ഈ വാസ്തുവിൽ പറയുന്ന പോലെ എന്തിനാണ് വടക്കിഴക്കേ മൂലയിൽ കൊണ്ടുവച്ചിരിക്കുന്നത്? ആദ്യത്തെ റേ ഓഫ് സൺലൈറ്റ് അവിടെ വീഴണം. പണ്ട് കാലത്ത് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആദ്യം ലൈറ്റ് അവിടെ കിട്ടണം. അതിൻ്റെ അകത്ത് കാരണം പണ്ട് മോട്ടറില്ല, കിണറാണ്, അടുക്കളയുടെ അടുത്ത് തന്നെ കിണർ. അപ്പോൾ അവിടെ കുളിമുറി വന്നു കഴിഞ്ഞാൽ ഈ വെള്ളം മുഴുവൻ കിണറിലേക്ക് താഴും. അപ്പോൾ അതിനൊരു സയൻസ് ഉണ്ട്. അതൊരു ബിലീഫിനേക്കാളും കൂടുതൽ സയൻസാണ് ഇതെല്ലാം. അപ്പോൾ ആ സയൻസിനെ നമ്മൾ വളച്ചൊടിക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഇത്തരം കാര്യങ്ങളുടെ പുറകിലുള്ളത്. അപ്പോൾ ഈ മുഹൂർത്തത്തിൻ്റെ പുറകിലുള്ള സയൻസ് ഇതാണ്. നമ്മൾ ഈ ഇലക്ട്രിസിറ്റിയും അല്ലെങ്കിലും മറ്റു കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മളൊരു രാത്രി പകലാക്കുന്ന ഒരവസ്ഥ ഇല്ലാതിരുന്ന ഒരവസരത്തിൽ നമ്മളിതെല്ലാം അങ്ങനെയാണ് ആ മുഹൂർത്തം വന്നത്. എത്ര സമയം ഒരു മനുഷ്യൻ, ഒരു അഡൾട്ട്, കുഞ്ഞുങ്ങൾ പിന്നെ ഒരുപാട് കൂടുതൽ ഉറങ്ങാറുണ്ട് സാധാരണ, ഒരു അഡൾട്ട് ഉറങ്ങണമെന്നാണ് ഡോക്ടർ വിചാരിക്കുന്നത്? സ്ലീപ്പ് ഇന്നൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് അല്ലേ? ഉറക്കത്തിൻ്റെ രീതികൾ മാറി, ഉറക്കത്തിൻ്റെ സമയം മാറി, ദൈർഘ്യം മാറി. സ്ലീപ്പ് എത്രത്തോളം ഒരു മനുഷ്യനെ, ഉറക്കം എന്നുള്ളത് എത്രത്തോളം ഒരു മനുഷ്യന് ഇമ്പോർട്ടൻ്റ് ആണ് ഡോക്ടർ? ഡോക്ടർ, ഈ സ്ട്രോക്കിലേക്ക് വരുമ്പോൾ ഈ റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം, അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച് ഡോക്ടറിന് എന്താണ്? റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം എന്ന് പറയുമ്പോൾ ഒരു സ്ലീപ്പ് റിലേറ്റഡ് മൂവ്മെൻറ്റ് ഡിസോർഡറാണ്. അതായത് നമ്മൾ ഉറക്കത്തിലുണ്ടാകുന്ന ഒരു സംഭവമാണ്. ഉറക്കത്തിൽ നമ്മളൊരാൾ ഉറക്കത്തിലേക്ക് പോകുന്നു, ഉറങ്ങിത്തുടങ്ങുന്നു, അപ്പോൾ ഇയാൾ കാലിട്ടടിക്കാൻ തുടങ്ങും. ഈ കാലിട്ടടി അസഹ്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഉറക്കം ഞെട്ടും. അപ്പോൾ ഇതൊരു തലച്ചോറിലൊരു ഡോപ്പമീൻ എന്നുള്ള തന്മാത്രയെ ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ അതിൻ്റെ റീസൺ അല്ലെങ്കിൽ കാരണം പറയുന്നത്. ഉറക്കത്തിൽ മാത്രമേ ഉറക്കം തുടങ്ങി കഴിയുമ്പോഴത്തേക്കും തുടങ്ങും. അപ്പോൾ ഈ കാലിട്ടുള്ള മൂവ്മെൻ്റ്, അത് ചിലപ്പോൾ കാലിട്ടടിക്കുന്നതാവാം, അല്ലെങ്കിൽ വെറുതെ ഒരു മൂവ്മെൻ്റ് ആവാം. അപ്പോൾ ഉറങ്ങി ഈ കാലൊന്ന് 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ വേദനയും മാറും, പ്രശ്നവും മാറും. ചിലപ്പോൾ തരിപ്പാവാം. അങ്ങനെ ഒത്തിരി റീസൺസ് ഉണ്ട്. അപ്പോൾ ആ റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോമിന് ഈ ഉറക്കത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതിനാണ് നമ്മൾ RLS എന്ന് പറയുക. പക്ഷേ ഒത്തിരി അനീമിയ, ഒത്തിരി ഹീമോഗ്ലോബിൻ കുറവുള്ളവർക്കും നമുക്ക് ഡയബറ്റിക് ന്യൂറോപ്പതി, അത് രാത്രിയാണ് ഏറ്റവും കൂടുതൽ തരിപ്പും വരവൊപ്പം ഉണ്ടാവുക. അങ്ങനെയുള്ളവർക്കും നമ്മൾ റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം പോലെ പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട്. പക്ഷേ സ്യൂഡോ അതൊന്നും ഇല്ലാതെ വരുന്നതിനാണ് RLS എന്ന് പറയുക. അതിന് നമുക്ക് വ്യക്തമായ ചികിത്സയുണ്ട്. നമുക്കൊരു സ്ലീപ്പ് സ്റ്റഡി ചെയ്യുമ്പോഴും നമുക്കത് വീഡിയോ എടുത്തിട്ട് ഇത് സ്ലീപ്പിൻ്റെ ഏത് സ്റ്റേജിൽ വരുന്നു, എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. സ്ലീപ്പ് ഇന്നൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് അല്ലേ? ഉറക്കത്തിൻ്റെ രീതികൾ മാറി, ഉറക്കത്തിൻ്റെ സമയം മാറി, ദൈർഘ്യം മാറി. സ്ലീപ്പ് എത്രത്തോളം ഒരു മനുഷ്യനെ, ഉറക്കം എന്നുള്ളത് എത്രത്തോളം ഒരു മനുഷ്യന് ഇമ്പോർട്ടൻ്റ് ആണ് ഡോക്ടർ? ഉറക്കത്തിനെ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമുക്ക് ശാരീരികമായിട്ടുള്ള പല ഫങ്ഷൻസ് ഉണ്ട്, മാനസികമായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്, ബൗദ്ധികമായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ ബൗദ്ധികമായിട്ടുള്ള ഫങ്ഷൻസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഉറക്കം. ചുരുക്കി പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ ഓർമ്മ, ഈ മെമ്മറി എന്ന് പറയുന്നത് നമ്മളെന്താണ്? നമ്മൾ ഒരു കാര്യം കേൾക്കുന്നു, നമ്മളത് അതിനെക്കുറിച്ച് പഠിക്കുന്നു, നമ്മളത് സ്റ്റോർ ചെയ്യുന്നു, പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ ആ ഇൻഫർമേഷൻ തിരിച്ചെടുക്കുന്നു, റീകളക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ 3 ഫാക്ടർ ഉണ്ട്. ഒന്ന്, നമ്മൾ ആ കാര്യം കാണുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മൾ ഷോർട്ട് ടേം മെമ്മറിയിൽ നിൽക്കുന്നു, ബ്രെയിനിൽ അത് കോഡ് ചെയ്യുന്നു. ബ്രെയിനിൻ്റെ ഒരു വലിയൊരു ലിംബിക് സിസ്റ്റം, അതുപോലെയുള്ള ഫ്രോണ്ടൽ ലോബ്, ടെമ്പറൽ ലോബ്, ലിംബിക് സിസ്റ്റം ആ ഭാഗത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മളൊരു കമാൻഡ് കൊടുക്കുന്നു, റീകോൾ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ആ ഒരു ഹാർഡ് ഡിസ്കിൽ ഈ പ്രശ്നങ്ങൾ അടുക്കി വയ്ക്കുന്ന ഈ പ്രോസസ്സ് നടക്കുന്ന ഉറക്കത്തിലാണ്. അപ്പോൾ ഉറക്കമില്ലെങ്കിൽ ഇതൊരു തരം കറപ്റ്റഡ് ഹാർഡ് ഡിസ്ക് ആയിരിക്കും. ഓർമ്മക്കുറവിലേക്ക് നയിക്കുമെന്നാണോ? അതിലേക്ക് ഞാൻ വരികയാണ്. അപ്പോൾ ഒരു ഓർമ്മക്കുറവല്ല, നമുക്ക് ഒരിക്കലും നമുക്ക് ആ മെമ്മറി കറക്റ്റായിട്ട് അവിടെ കോഡ് ചെയ്യുന്നില്ല. അതിന് NREM സ്ലീപ്പ്, അതായത് പണ്ട് നമ്മൾ വിചാരിച്ചിരുന്ന REM സ്ലീപ്പിലാണ് അതൊക്കെ കോഡ് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പോൾ അത് നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് ഡീപ്പ് സ്ലീപ്പിൽ മാത്രമേ ആ കോഡിങ് നടക്കുന്നുള്ളൂ. അതായത് ഹാർഡ് ഡിസ്കിലേക്ക് സേവ് ചെയ്യണം അപ്പോഴാണ്. മറ്റേത് ഇവിടെ ഇങ്ങനെ ഒരു കുഴമ്പ് രൂപത്തിൽ കിടക്കുന്നേ ഉള്ളൂ. ഒരു ത്രെട്ടനിങ് ഇൻഫർമേഷൻ. അപ്പോൾ ഈ ഒരു കോഡിങ് നടക്കുന്നത് നമുക്ക് ആ ഡീപ്പ് സ്ലീപ്പിലാണ്. അപ്പം നമുക്കില്ലെങ്കിൽ ആ ലോങ് ടേം മെമ്മറി അവിടെ കോഡ് ചെയ്യില്ല. രണ്ടാമത്തെ കാര്യം, ഈ ബ്രെയിനിൻ്റെ ഒരു എക്സ്ക്രീറ്ററി സിസ്റ്റം, ബ്രെയിനിൽ ഒത്തിരി രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കിപ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ലിവറിൽ ഡീറ്റോക്സിഫൈ ചെയ്യുന്നു, കിഡ്നി കൂടി പുറത്തേക്ക് പോകുന്നു. തലച്ചോറിലുണ്ടാകുന്നത് അങ്ങനെ രക്തത്തിൽ കൂടി വരില്ല. അത് കൂടുതലൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ റിലേറ്റഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രോസസ്സാണ്. അല്ലാതെ മറ്റ്
മസിലിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള മാലിന്യങ്ങളല്ല. അപ്പോൾ അത് പുറത്തേക്ക് കൊണ്ടുവന്ന ഒരു എക്സ്ക്രീറ്ററി സിസ്റ്റം ഉണ്ട് ബ്രെയിന്, അതിൻ്റെ പേരാണ് ഗ്ലയൽ ലിംഫാറ്റിക്സ്. ഈ ഗ്ലയൽ ലിംഫാറ്റിക്സ് ഉറക്കത്തിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ, അത് ഉണർന്നിരിക്കുമ്പോൾ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ എന്താ ഉണ്ടാവുന്നത്, നമ്മൾ ഉറക്കത്തിൽ അത് അപ്പോൾ ഉറക്കമില്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ പറയുന്ന അശുദ്ധ കാര്യങ്ങൾ മുഴുവൻ അവിടെ കെട്ടിക്കിടക്കും. ഇപ്പം നമ്മുടെ ഇപ്പോൾ ഈ സിനിയോക്ലിയോപ്പതീസ് എന്ന് പറയുന്ന ഡിസീസ്, ഇപ്പോൾ ആൽഷിമർ ഡിസീസ്, പ്രോഗ്രസീവ് സൂപ്രാന്യൂക്ലിയർ പാൾസി, അതായത് ബ്രെയിൻ ഡീജനറേഷൻ ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം ഈ ഗ്ലയൽ ലിംഫാറ്റിക്സിൻ്റെ പ്രവർത്തനത്തിലുള്ള അപാകതയാണ്. നമ്മളെപ്പോഴും ഒരു ആൽഷിമർ രോഗിയുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഇൻസോംനിയ പണ്ട് കാല ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ ഉറക്കം വളർച്ചയുടെ ഭാഗമാണെന്നൊക്കെ തീർച്ചയായും. അപ്പോൾ കൃത്യമായ ഉറക്കം ഇല്ലെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഈ റിഫ്ലക്ഷൻ വരണത് ചിലപ്പോൾ ഒരു 20-25 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും. ഇപ്പോൾ ഒരു 30കളിൽ അല്ലെങ്കിൽ 40കളിൽ ഉറക്കമില്ലാത്തവർക്ക് ഒരു 50-60 ആകുമ്പോഴായിരിക്കും നമുക്ക് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. തീർച്ചയായും. അപ്പം ഈ രണ്ട് വളരെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഉണ്ട്. മൂന്നാമത് നമുക്ക് എപ്പോഴും നമ്മുടെ മാനസികമായിട്ടുള്ള നമ്മുടെ എപ്പോഴും നമ്മുടെ മനസ്സാണല്ലോ എല്ലാ കാര്യത്തിൻ്റെയും മുമ്പിൽ. അതിപ്പോൾ ഏത് ഗെയിം, ഇപ്പോൾ നമ്മളെപ്പോഴും പറയും ക്രിക്കറ്റിൽ പണ്ട് സുനിൽ ഗവാസ്കറുടെ എപ്പോഴും ദ ക്രിക്കറ്റ് ഈസ് പ്ലേഡ് ഇൻ ദ മൈൻഡ്, അദ്ദേഹത്തിൻ്റെ കമൻട്രിയിൽ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഒരു ടാലൻറ്റഡ് പ്ലെയർ വലിയ ഗെയിംസിൽ പതറുന്നത്, അത് ആ മൈൻഡ് സെറ്റാണ്, അതായത് ആ മനസ്സിൻ്റെ ശക്തിയാണ്. അപ്പോൾ എവറിത്തിങ് ഈസ് ഇൻ മൈൻഡ്. ഇപ്പോൾ മനസ്സ് ശക്തമല്ലെങ്കിൽ മറ്റെല്ലാം സൈഡിൽ കൂടി പോകും എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ശക്തമായിട്ടുള്ള മനസ്സിൻ്റെ പ്രവർത്തനത്തിനും അതിൻ്റെ മനസ്സെന്താണ്, മനസ്സ് തലച്ചോറാണ്, അത് ഹൃദയമല്ല, മനസ്സ് തലച്ചോറാണ്. മനസ്സ് തലച്ചോറാണ്. തലച്ചോറിൻ്റെ നമ്മൾ എല്ലാം നമ്മളിപ്പോൾ അടിസ്ഥാന ഘടകങ്ങളിലേക്ക് എത്തുമ്പോൾ ന്യൂറോൺസും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സുമാണ്. നമ്മൾ എന്താണോ ഈ തലച്ചോറിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്, അത് ഒരു ഡിസിഷൻ മേക്കിങ്ങിന് പോലും ഒരു സ്ട്രോങ്, എനിക്കൊരു കാര്യം വേണ്ട എന്ന് നമ്മൾ 10 പ്രാവശ്യം പറഞ്ഞു കഴിയുന്നിടത്തോളം അത് അക്സെപ്റ്റ് ചെയ്യും എന്ന് പറയുന്നത്. അതാണ് നമ്മൾ റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്. നമ്മളോട് തന്നെ പറയുക. അതായത് ഈ ബയോളജിക്കൽ ഫീഡ്ബാക്ക് ലൂപ്പ് എന്നാണ് അതിന് പറയുക. നമ്മളിപ്പോൾ ഈ പലതരത്തിലുള്ള ന്യൂറോട്ടിക്, അതായത് ആൻസൈറ്റി അതുപോലെയുള്ള പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ നമ്മളിപ്പോൾ ചില കാര്യങ്ങൾ, ഇപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടിലിരിക്കുന്നവരോട് നമ്മൾ പറയാം ഞാൻ സന്തോഷവാനാണെന്ന് 10 തവണ പറയുമ്പോൾ മനസ്സ് തിരിച്ചു പറയും ഞാൻ സന്തോഷവാനാണ്. അതും ഇതിൻ്റെ ഒരു ചികിത്സയുടെ ഭാഗമാണ്. ഇപ്പോൾ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്ന ഒരു സൈക്യാട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു മാനസികമായിട്ടുള്ള ചികിത്സ. അപ്പോൾ ഇതെല്ലാം നമ്മളൊരു പോസിറ്റീവ് ഫീഡ്ബാക്കാണ്. അപ്പം മനസ്സിൻ്റെയും തലച്ചോറിൻ്റെയും ആരോഗ്യം എന്ന് പറയുന്നത് ഉറക്കത്തിന് വലിയൊരു പങ്കുണ്ട്. ഡോക്ടർ, സമയം ഏകദേശം ഡോക്ടറിൻ്റെ ഒരു ഉപദേശപ്രകാരം എത്ര സമയം ഒരു മനുഷ്യൻ, ഒരു അഡൾട്ട്, കുഞ്ഞുങ്ങൾ പിന്നെ ഒരുപാട് കൂടുതൽ ഉറങ്ങാറുണ്ട് സാധാരണ, ഒരു അഡൾട്ട് ഉറങ്ങണമെന്നാണ് ഡോക്ടർ വിചാരിക്കുന്നത്? അല്ലെങ്കിൽ പഠനം ശാസ്ത്രീയമായി പറയുന്ന 6 മുതൽ 8 മണിക്കൂർ വരെ, 6 മുതൽ 8 എന്നാണ് പറയുന്നത്. ശരിക്കും 6 hours എങ്കിലും മിനിമം വേണം എന്നുള്ളതാണ് നമ്മളുടെ പ്രശ്നം. കാരണം ഇതൊരു ഈ REM NREM സൈക്കിൾസ് ഒരു 90 minute സൈക്കിൾസാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായ സൈക്കിൾസിലെത്തി നമ്മൾ എഴുന്നേൽക്കുമ്പോഴാണ് നമുക്കൊരു റെസ്റ്റ്ഫുൾ സ്ലീപ്പ് കിട്ടുക. പലപ്പോഴും നമുക്ക് പല നൈറ്റ് ഡ്യൂട്ടീസ്, നൈറ്റ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ട്രാവല്, പല പ്രശ്നങ്ങൾ കൊണ്ടും നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കാം. പക്ഷെ എപ്പോഴും നമ്മളത് കോമ്പൻസേറ്റ് ചെയ്യുകയാണ് നല്ലത്. അപ്പോൾ ഡോക്ടർ, ഇന്ന് ഒരു പർട്ടിക്കുലർ നിശ്ചിതമായ സമയത്ത്, അതായത് രാത്രി 8 മണി മുതൽ അങ്ങനെ ഒരു പർട്ടിക്കുലർ ടൈം നിർബന്ധമാണോ? അതല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ 6 മണിക്കൂർ, 1 മണി തുടങ്ങി ഒരു 7 മണി വരെ 6 മണിക്കൂർ ആയാലും മതിയോ? അതിനെന്തെങ്കിലും നിർബന്ധങ്ങളില്ല. അതായത് നമ്മുടെ തലച്ചോറിനൊരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. നമ്മളിപ്പോൾ ലൈറ്റ് കുറയുമ്പോൾ നമുക്ക് മെലറ്റോണിൻ സെക്രീറ്റ് ചെയ്യും, മെലറ്റോണിൻ്റെ സെക്രീഷൻ തുടങ്ങും. അപ്പം നമ്മൾ ആ ഉറക്കത്തിലേക്കുള്ള പ്രക്രിയ ആരംഭിക്കുകയാണ് ഒരു 5 മണിയോടുകൂടി. അത് 5 മണിയോടുകൂടി നമ്മളൊരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളത് അങ്ങേയറ്റത്തെത്തും. മറ്റു തന്മാത്രകളുടെ ഇതിനകത്ത് വേക്ക് പ്രൊമോട്ടിങ് ഒറക്സിൻ സിസ്റ്റംസ് ഒതുങ്ങും, നമ്മൾ ഉറക്കത്തിലേക്ക് പോകും. ഗാബയുടെ പ്രവർത്തനം കൂടും, തലച്ചോറിനെടുക്കും. ഒരു 3 മണി 4 മണി ആകുമ്പോഴത്തേക്കും ആ ഇഫക്റ്റ്, ഗാബയുടെ ഇഫക്റ്റ് എല്ലാം കുറയും. ഞാൻ ചുരുക്കി പറയണതാണ്, എൻ്റെ പുറകിൽ വലിയ പ്രവർത്തനമുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ ആ ഒറക്സിൻ്റെ പ്രവർത്തനം കൂടും. നമ്മളൊരു 6-7 മണി ആകുമ്പോഴത്തേക്കും നമ്മൾ വേക്ക് സ്റ്റേറ്റിലേക്ക് വരും. അതായത് വേക്ക് പ്രൊമോട്ടിങ് ആൻഡ് സ്ലീപ്പ് പ്രൊമോട്ടിങ് സിസ്റ്റംസിൻ്റെ ഒരു ബാലൻസാണ്. അപ്പോൾ അത് ഇൻറ്റേർണൽ ക്ലോക്ക് ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഭാഗത്താണ്. അപ്പോൾ ആ ക്ലോക്ക് പ്രകാരമാണ് നമ്മൾ കാര്യങ്ങൾ നിശ്ചയിക്കുക. പക്ഷേ ഈ ക്ലോക്ക് എന്ന് പറയുന്നത് ലൈറ്റ് നമ്മളിപ്പോൾ ഈ ഇപ്പോഴത്തെ ഈ ജീവിതക്രമത്തിൽ പലപ്പോഴും നമുക്ക് നൈറ്റ് ഡ്യൂട്ടീസ് ഉണ്ട്. ഇപ്പോൾ IT നമ്മൾ അമേരിക്കയിലൊക്കെ അതിനകത്താണ് നമ്മുടെ IT-ക്കാർ വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്കല്ലാത്ത സമയത്ത് മുറിയിലിട്ടാക്കിയിട്ട് കിടന്നാലും
ഒരുപക്ഷെ സെയിം ആവാം, അല്ലെങ്കിൽ ഇപ്പം ഏതായാലും ജോലിയില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, എങ്ങനെ ക്രമീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സമയം നമ്മൾ കൃത്യമായിട്ടൊരു ദിവസം ഒരു 5-6 മണിക്കൂർ മിനിമം ഉറങ്ങുക എന്നുള്ളതാണ്. ഔട്ട് ഓഫ് സയൻസ് ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന ഒരു ഫാക്ടറിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഇതെല്ലാം നമ്മുടെ പ്രവർത്തനം ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് നമ്മളുടെ ഒന്ന് നമ്മുടെ സർക്കാഡിയൻ റിതം, ശരീരത്തിൻ്റെ ഇപ്പോൾ കോർട്ടിസോൾ എന്ന് പറയുന്നത്, ആ സെക്രീഷൻസ് എല്ലാം ഈ 4 മണി നമ്മുടെ രക്തക്കോലുകൾ കൺസ്ട്രക്ട് ചെയ്യുക, ഇതെല്ലാം തന്നെ ഒരു മാക്സിമത്തിലെത്തുന്ന ഒരു 3 മണിയോടുകൂടിയാണ്. അപ്പോൾ ഈ ലൈറ്റും, അതായത് നമ്മൾ സൂര്യനെ സംബന്ധിച്ചാണല്ലോ നമ്മൾ ജീവിതക്രമം തന്നെ നിലനിന്ന് പോണത്. ലൈറ്റാണ് നമ്മുടെ എല്ലാത്തിൻ്റെ ആധാരം. ഇപ്പം നമ്മളിപ്പോൾ ഈ വാസ്തുവിൽ പറയുന്ന പോലെ എന്തിനാണ് വടക്കിഴക്കേ മൂലയിൽ കൊണ്ടുവച്ചിരിക്കുന്നത്? ആദ്യത്തെ റേ ഓഫ് സൺലൈറ്റ് അവിടെ വീഴണം. അതായത് പണ്ട് കാലത്ത് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആദ്യം ലൈറ്റ് അവിടെ കിട്ടണം. അതിൻ്റെ അകത്ത് കാരണം പണ്ട് മോട്ടറില്ല, കിണറാണ്, അടുക്കളയുടെ അടുത്ത് തന്നെ കിണർ. അപ്പോൾ അവിടെ കുളിമുറി വന്നു കഴിഞ്ഞാൽ ഈ വെള്ളം മുഴുവൻ കിണറിലേക്ക് താഴും. അപ്പോൾ അതിനൊരു സയൻസ് ഉണ്ട്. അതൊരു ബിലീഫിനേക്കാളും കൂടെ സയൻസാണ് ഇതെല്ലാം. അപ്പോൾ ആ സയൻസിനെ നമ്മൾ വളച്ചൊടിക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുള്ളത്. അപ്പോൾ ഈ മുഹൂർത്തത്തിൻ്റെ പുറകിലുള്ള സയൻസ് ഇതാണ്. നമ്മൾ ഈ ഇലക്ട്രിസിറ്റിയും അല്ലെങ്കിലും മറ്റു കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ രാത്രി പകലാക്കുന്ന ഒരവസ്ഥ ഇല്ലാതിരുന്ന ഒരവസരത്തിൽ നമ്മളിതെല്ലാം അങ്ങനെയാണ് ആ മുഹൂർത്തം വന്നത്. അപ്പോൾ ജീവിതക്രമം അതിനോടനുബന്ധിച്ചായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ സ്റ്റാർട്ടിങ് പോയിന്റ് കറക്റ്റാണ്. കാരണം ആ സമയത്ത് നമ്മൾ 4 മണിയാകുമ്പോഴും നമ്മൾ വേക്ക് പ്രൊമോട്ടിങ് ഹോർമോൺസ് ഒക്കെ കറക്റ്റാവും, നമ്മൾ എഴുന്നേക്കാനുള്ള സമയമായി. അപ്പോൾ ഒരു 10 മണിക്ക് കിടന്ന് 4 മണിക്ക് എഴുന്നേക്കുന്നതാണ് ഉത്തമം. ഒരു ആപ്റ്റായിട്ടുള്ള, അതായത് നമ്മൾ ആ ഈ പ്രകൃതിയോട് ഒത്തുചേർന്ന് പോകുന്ന നേരത്തെ എണീക്കുമ്പോൾ ഒരുപാട് കൂടുതൽ സമയം ലൈഫിലുള്ള പോലെ ഒരു തോന്നല് അതുണ്ട്. നമുക്ക് രാവിലെ ഒത്തിരി സമയം കിട്ടും. പക്ഷെ എല്ലാ ആൾക്കാർക്കും അത് പറ്റില്ല. കാരണം ആൾക്കാരുടെ നമ്മുടെ ഉറക്കത്തിനെ കുറിച്ച് പറയുമ്പോൾ 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന് വാനമ്പാടി ലാർക്ക് സ്വഭാവമുള്ള ആൾക്കാരുണ്ട്, മൂങ്ങയുടെ സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. അത് അവരുടെ ബ്രെയിനിൽ അങ്ങനെയുള്ളതാണ്. ഇപ്പോൾ വൈകി ഉറങ്ങി വൈകി എഴുന്നേക്കുന്ന ഒരു രീതിയുമുണ്ട്. അത് വല്ലാതെ ക്രിമിനൽ ആണെന്ന് പറയാൻ പറ്റില്ല അല്ലേ? ഞാൻ അതിൽ പെട്ട ഒരാളാണ്. എനിക്ക് നേരത്തെ എഴുന്നേറ്റാലും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. പഠനകാലത്ത് പോലെ ഒരു 8 മണി കഴിയാതെ എൻ്റെ ഒന്നും തലയിൽ കയറില്ല രാത്രി. പക്ഷെ അതേസമയം രാത്രി കൂടുതൽ ഇരിക്കാൻ പറ്റും. അപ്പോൾ ലേറ്റ് ചില കുട്ടികളുണ്ടല്ലോ, ചിലർക്ക് രാത്രി ഇരുന്ന് പഠിച്ചാലും അപ്പം നമ്മളുടെ തരം അനുസരിച്ച് ചെയ്യാം. പക്ഷെ നമ്മളെപ്പോഴും പക്ഷെ ഒരു 5-6 മണിക്കൂർ ഉറങ്ങിയിരിക്കും. ബേസിക് ഈ ഒരു ബോർഡർ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? കറക്റ്റ്. അത് നമ്മൾ ആ ഒരു 5-6 മണിക്കൂർ ഉറക്കം വേണം. അത് എപ്പോഴെങ്കിലും നമ്മളെ സൗകര്യം അനുസരിച്ച്.